ഹലോ വെൽക്കം ബാക്ക് ആൾ ഗൈസ്. ഇപ്പം നമ്മളിന്ന് വീഴാൻ പോവാണ് സോക്സ് ഇട്ടിട്ട്. സോക്സ് ഇട്ടേക്കുന്നുണ്ടല്ലേ ഗൈസ്. ഞാൻ വന്നിട്ട് എൻ്റെ കാലിൽ തൊടലീന്ന് പറഞ്ഞതിൻ്റെ മുള്ളുകൊണ്ട് മോസ്റ്റ് മുറിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതാണ് ഞാൻ സോക്സ് ഇട്ടത്. പക്ഷെ ഇതിട്ട് നേരെ പോകുന്നത് എങ്ങോട്ടാന്ന് അറിയുമോ? പുഴയിലേക്ക്. അപ്പം നമ്മൾ താളി പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് താളി ഇങ്ങനെ ഒടിച്ചെടുക്കാം കേട്ടോ. കൊമ്പോടെ പറിക്കണം കേട്ടോ ഗൈസ്. നമ്മൾ കല്ലിൽ അരയ്ക്കുന്നതുകൊണ്ട് തന്നെ. കല്ലിൽ അരയ്ക്കുമ്പോൾ കൊമ്പരിക്കണം, മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഇലയരിക്കണം കേട്ടോ. കാരണം എന്നാലാണ് മോസ്റ്റായി അരഞ്ഞു വരുള്ളൂ. അതെ, മോസ്റ്റാണ്. ഇപ്പം ഞാനിവിടെ വീണു ഗൈസ്. ഇപ്പം എല്ലാ പ്രാവശ്യം പോലെ താളിയൊന്നും ഇല്ല കേട്ടോ. താളി തീരെ കുറവാണ് ഗൈസ്. ചെമ്പരത്തി കുറവാണ്. അതെ, ചെമ്പരത്തിന്റെ മഴയായിരിക്കും കേട്ടോ. അത് തന്നെ നമുക്ക് വേണ്ടാത്തത് കൊണ്ട് മഴ പെയ്യും. അതെ, കൊണ്ട് ഉണ്ടാവേ സത്യം ഗൈസ്. മോസ്റ്റാണ്. എവിടുന്ന് കാണുന്ന എല്ലാം പറിക്കുന്നുണ്ട്. ഇത് നമ്മുടെ മോസ്റ്റ് ഒരക്കാരി ആരാന്നറിയോ? നോക്ക്, എന്നെയോ? ഹേ ഗാർഡിയൻസ്, വാ വാ, പിടിക്ക്. അലക്കുകാരി, നമ്മുടെ ഒരക്കാരിയൊക്കെ പങ്കനാണ്. മോസ്റ്റാണ്. ഒരയ്ക്കാനും തേക്കാനും എണ്ണ കഴിഞ്ഞ ഗൈസ് ആണല്ലോ. അപ്പോൾ നമ്മള് ഇതും ഏതൊക്കെയോ കൊമ്പ്, ഈ മുകളിലേക്കുള്ള കൊമ്പ് ഒരിക്കുമ്പോൾ മോസ്റ്റാണ് കേട്ടോ. ഭയങ്കര സീനാണ്. ചിലപ്പോ ഇതിന്റെ അടിക്ക്, നമ്മൾ ഈ ചെമ്പരത്തിന്റെ അടിക്കുണ്ടല്ലോ, മറ്റേ ഇതിന്റെ മുട്ട ഉണ്ടാവില്ലേ, ഈ പൂമ്പാറ്റേന്റെ മുട്ട, ഞാൻ എത്ര പൊട്ടിച്ചിട്ടുണ്ടെന്നറിയോ? നമ്മള് കാണില്ല ഗൈസ്. അതിന്റെ വിഷമായിട്ട് ഒരു ദിവസം മുഴുവൻ അതിന്റെ വിഷമം. അതെ, സത്യം. അതാ ഈ കൊമ്പില് മോസ്റ്റ് ആയിട്ട് തൂളി ഉണ്ട് കേട്ടോ. ഇതിനകത്ത് തൂളി വയ്ക്കാം. ഇപ്പൊ ചെമ്പരത്തി താളി ഇപ്പോഴും യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? നമ്മൾ മോസ്റ്റ് ആയിട്ട് ഇപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതെ, നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഷാമ്പു ആണ് ചെമ്പരത്തി. അപ്പൊ നമുക്ക് പറിച്ചിങ്ങനെ എടുങ്ക അല്ലേ പങ്ക. ഇതാണ് അതെ അതെ. ഒരു വിലക്ക് നമ്മൾ എവിടെ. ഹലോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തോ? ഇനി ഇത് പോയി തേക്കണം. അപ്പൊ ഞാനും പങ്കനും കൂടെ എൻസ് ചെയ്യട്ടെ. പോട്ടെ.